ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് സാധാരണ നമ്മൾ സമ്മറായി കാണാറുള്ള രണ്ട് കോമൺ പ്രശ്നങ്ങളാണ്. ഒന്ന് മീലി ബഗ്, അടുത്തതൊന്ന് പൗഡറി മിൽഡ്യൂ. രണ്ടും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പച്ചക്കറി ആണെങ്കിലും ശരി, പ്ലാന്റ്സ് ആണെങ്കിലും ശരി നശിച്ചു പോകും. ഈ മീലി ബഗ് സാധാരണയായി ഒരു പഞ്ഞിക്കട്ട ഇരിക്കുന്ന പോലെ തന്നെ നമുക്കത് കാണാം. പക്ഷേ പൗഡറി മിൽഡ്യൂ ആണെങ്കിലോ അതിങ്ങനെ നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ വിതറിയ പോലെ ഇങ്ങനെ കാണും. ആദ്യം ചെടിയുടെ ബേസിലുള്ള ഇലകളിലാണ് കാണുക. അത് കഴിഞ്ഞ് അത് ആ ഇല അങ്ങനെ പതുക്കെ ബ്രൗൺ ആവും. പിന്നെ അത് കരിഞ്ഞ് അത് ഫുള്ളായി ഉണങ്ങും. അടുത്ത ലീഫിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോഴേക്ക്. എന്നിട്ട് ആ പ്ലാന്റ് മൊത്തം നശിച്ചു പോവുക. തക്കാളി വെണ്ട എന്നുള്ളതിൽ നല്ല കോമൺ ആയിട്ട് ഇത് കാണും. ഇത് പൊതുവേ കൂടുതലായി കാണുന്നത് സമ്മറിലാണ് കേട്ടോ. സമ്മർ ആയിക്കഴിഞ്ഞാലാണ് കാണുക. ഇത് നമ്മുടെ ഗാർഡൻ പ്ലാന്റ്സിലും കാണും. ഈ ചെടിയിൽ ഇപ്പോൾ ചെറുതായിട്ടൊരു ഇൻഫെക്ഷൻ മീലി ബഗിൻ്റെ ഉണ്ട്. അത് കാണിക്കാം. അതിനുള്ള റെമഡി, രണ്ടിനും കോമൺ ആയിട്ടുള്ള റെമഡിയും ഈ വീഡിയോയിൽ പറയാം. നോക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ ഈ ചെടിയിൽ ഇവിടെ കണ്ടോ ഒരു പഞ്ഞിക്കഷ്ണം ഇരിക്കുന്ന പോലെ വെള്ള, ഇത് മീലി ബഗ്ഗാണ്. മീലി ബഗിൻ്റെ ഇൻഫെക്ഷനാണ്. ഈ മീലി ബഗ് ഉള്ള പ്ലാന്റ്സിലൊക്കെ ഉറുമ്പിനെയും കൂടെ കാണാം. കാരണം അത് രണ്ടും ഒരു സിംബയോട്ടിക് റിലേഷൻ, ഒരു മ്യൂച്വൽ റിലേഷനാണ്. ഈ മീലി ബഗ് എന്നൊരു ഷുഗറി സബ്സ്റ്റൻസ് ഉറുമ്പിന് കിട്ടും. അതേപോലെ ഉറുമ്പ് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും, വേറെ ഇൻസെക്ട്സ് ഒന്നും വന്ന് ഇതിനെ ശല്യം ചെയ്യാണ്ടിരിക്കാൻ. അങ്ങനെ ഒരു മ്യൂച്വലി ബെനിഫിറ്റഡ് റിലേഷനാണ്. ഇതിൽ കണ്ടോ ഉറുമ്പുകൾ മരിക്കുന്നുണ്ട്. കണ്ടോ ഉറുമ്പ് അരിച്ചു പോകുന്ന ഈ മീലി ബഗിൻ്റെ ചുറ്റും ഉറുമ്പുണ്ട്. ഇവ പതുക്കെ ഈ ചെടിയെ നാശാക്കും. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ഹോം റെമഡിയാണ് ഞാൻ പറയുന്നത്. ഇത് എല്ലാവരുടെ വീട്ടിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ്. ഇതിനെന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് നോക്കാം. എല്ലാവരുടെ വീട്ടിലും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഒരു ചെറിയ പാത്രത്തിൽ വളരെ കുറച്ച് വെള്ളം വേണം. പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡാണ് വേണ്ടത്. അത് കഴിഞ്ഞാൽ ഒരു കോലിൽ നമുക്കിതേപോലെ ഒരു കോട്ടൺ ക്ലോത്ത് ചുറ്റി വെച്ചത് വേണം. ഇതുകൊണ്ടാണ് നമ്മളതിൽ തുടച്ച് ക്ലീൻ ചെയ്യുക. പിന്നെ വേണ്ടത് കുറച്ച് കൂടുതൽ വെള്ളവും വേറൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ ക്ലോത്തിൻ്റെ ഒരു പീസുമാണ്. ഇനി നമുക്കൊരു 5-6 ഡ്രോപ്സ് ഡിഷ് വാഷ് ലിക്വിഡ് ഇതിലേക്ക് ഒഴിക്കാം. അത് നന്നായി മിക്സ് ചെയ്യാം. ഇത് കുറച്ച് കോൺസെൻട്രേറ്റഡ് ആണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതാ ഇൻഫെക്ഷൻ ഉള്ള ഭാഗത്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യും. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മളുടെ ഈ മീലി ബഗ് വിടേണ്ട ഉറുമ്പിനെയും കാണാണ്ട് അതിൻ്റെ കൂടെ. ഇത് നമ്മൾ അതിൻ്റെ മുകളിലാക്കിയാൽ തന്നെ അതിൻ്റെ ആ ഒരു മുകളിലുള്ള കോട്ട അങ്ങോട്ട് ഡിസോൾവ് ആവും. കണ്ടോ, അത് പെട്ടെന്ന് കണ്ടോ, ഇതുണ്ടോ ഇവിടെ കണ്ടോ. ഇങ്ങനെ ഓരോ ഭാഗവും നമ്മൾ കെയർഫുള്ളായി നോക്കിയിട്ട് അതിങ്ങനെ നമ്മൾക്കിത് റബ്ബ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഏതൊക്കെ ലീഫിലാണ് ഉള്ളതെന്നോ ഇങ്ങനെ ചിലപ്പോൾ ഈ ലീഫിൻ്റെ ഗ്യാപ്പിലൊക്കെ കാണാം. കണ്ടോ, ഒക്കെ ഇങ്ങനെ ഇതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കിട്ടും. ഇൻഫെക്ഷൻ വളരെ സിവിയർ ആണെങ്കിൽ ഇങ്ങനെ നടക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചെടിയെ മാറ്റി വെച്ച് ഇത് ഒന്ന് സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യേണ്ടി വരും. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഒരു 5 to 10 ml ഡിഷ് വാഷ് ലിക്വിഡ് എടുക്കാം. അതേപോലെ നല്ല സിവിയർ ആണെങ്കിൽ പച്ചക്കറിയിലൊക്കെയാണ് സ്പ്രേ ചെയ്യണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും അതിൽ ചേർക്കാം. പക്ഷേ അത് ചെയ്യണത് സൺസെറ്റിന് ശേഷം വേണം, വൈകുന്നേരം. രാവിലെ ചെയ്തിട്ട് ചെടി വെയിലത്ത്, നമ്മുടെ പച്ചക്കറിയൊക്കെ വെയിൽ കൊള്ളുന്ന സ്ഥലത്താണെങ്കിൽ അതൊക്കെ ലീഫൊക്കെ ബേൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരം ചെയ്തിട്ട് ഇത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം ചെയ്ത് രാവിലെ സൺറൈസിന് മുന്നേ നല്ലപോലെ ഹോസ് കൊണ്ട് വെള്ളം അടിച്ചതിനെ ക്ലീൻ ചെയ്യും വേണം. ഇങ്ങനെ ബേക്കിംഗ് സോഡയും ഈ ഡിഷ് വാഷ് ലിക്വിഡും കൂടെ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടില്ല. പച്ചക്കറി ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഏരിയയിലുണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ക്ലീനിങ് നടക്കില്ലല്ലോ. അപ്പോൾ സ്പ്രേ ചെയ്യലേ നടക്കൂ. ഇത് നമ്മളിങ്ങനെ ചെടിയാകുമ്പോൾ ഞാൻ വീക്ക്ലി എന്തെങ്കിലും ഉണ്ടോയെന്നോ ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ ഇത് കാര്യമായിട്ട് ഇൻഫെക്ഷൻ വരാറില്ല. ഇപ്പോൾ ഈ സമ്മറൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പൗഡറി മിൽഡ്യൂ ആണ് അല്ലെങ്കിൽ ഈ മീലി ബഗ്ഗും കോമൺ ആയി കാണാം.
ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ നമ്മൾ ചെടിയുടെ ഇൻഫെക്ഷനുള്ള ഭാഗത്തെല്ലാം അപ്ലൈ ചെയ്തു. സംശയമുള്ള ഭാഗത്തും അതേമാതിരി ലീഫിൻ്റെ ഈ നോഡിലൊക്കെ ചില ഭാഗത്തൊക്കെ തോന്നിയ സ്ഥലത്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും. അത് കഴിഞ്ഞാൽ ഇനി വേണ്ടത് നല്ല വെള്ളത്തിൽ ഈ കോട്ടൺ ക്ലോത്ത് മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞിട്ടൊന്ന് തുടച്ചെടുക്കണം. കാരണം ഇനി ആ കോൺസെൻട്രേറ്റഡ് ആയിട്ടല്ലേ നമ്മൾ സോപ്പ് സൊല്യൂഷൻ അവിടെ വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ സിറ്റ് ഔട്ടിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളിലൊക്കെ കൊണ്ടുപോയി വെക്കണ പ്ലാന്റ്സ് ആവുകൊണ്ടേ കെമിക്കൽ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറില്ല. ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ്. നമ്മുടെ ഈ ക്ലീനിങ് കണ്ടോ, ഇത് ക്ലീൻ ചെയ്ത ഇതിൽ കണ്ടോ നല്ല പൊടി കണ്ടോ, ഇത് കാണാനില്ലേ ഈ ക്ലോത്തിൽ കണ്ടോ നല്ല ബ്ലാക്ക് കളറിൽ ഡസ്റ്റാണത്, ഈ ലീവ്സിലുള്ള ഡസ്റ്റാണ്. ഇത് നമ്മളിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ പ്ലാന്റിന് നല്ലതാണ്. നല്ല ഇലകളൊക്കെ നല്ല ഗ്ലോസി ആവും, ഇൻഫെക്ഷനൊക്കെ പോവും. ആഴ്ചയിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ ഒക്കെ ഇതൊന്ന് ചെയ്താൽ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യൽ സ്ഥിരമായിട്ട് വേണം കേട്ടോ. ഇൻഫെക്ഷൻ എപ്പോഴാണ് തുടങ്ങുക നമുക്ക് അറിയില്ല. പക്ഷേ ഈ ക്ലീനിങ് നിങ്ങൾക്ക് 2 ആഴ്ചയിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലൊക്കെ ചെയ്താൽ ചെടികൾ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും. നോക്കൂ ഒന്നുകൂടെ കണ്ടോ എത്ര ഡസ്റ്റാണ്. ഇതെല്ലാം ആ ലീഫിലുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇലയുടെ 2 സൈഡും ക്ലീൻ ചെയ്യൽ കഴിഞ്ഞു. ഇതിൻ്റെ അടിയിൽ കണ്ടോ ഒരു യെല്ലോ ലീഫുണ്ട്. ഇത് ഡെഡ് ലീഫ് ആവാൻ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനത്തെ ലീവ്സിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. കാരണം അത് കുറേ എനർജി സേവ് ചെയ്യും. ഇതിനെ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നും ചെടിക്ക് സപ്ലൈ ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ലീവ്സിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. പൗഡറി മിൽഡ്യൂനും അതേപോലെ മീലി ബഗിനുമുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഹോം റെമഡിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ചെടിയിൽ എപ്പോഴെങ്കിലും നിങ്ങളിങ്ങനത്തെ സംഭവം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കെമിക്കൽസ് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. നിങ്ങൾ ഈ ഡിഷ് വാഷ് ലിക്വിഡിന് പകരം ഡിറ്റർജൻറ്റ് ലിക്വിഡോ ഡിറ്റർജൻറ്റ് പൗഡറോ ഉപയോഗിക്കരുത് കേട്ടോ. കാരണം അതിൽ ചിലപ്പോൾ ബ്ലീച്ചൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊന്നുകൂടെ സ്ട്രോങ് ആവും. അപ്പോൾ അത് നമ്മുടെ ചെടികൾക്ക് ഹാംഫുൾ ആവും. അതുകൊണ്ട് ചെടി ചിലപ്പോൾ ലീഫൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡിഷ് വാഷ് ലിക്വിഡ് മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ ഷാമ്പൂ ഉപയോഗിക്കാം. ഇത് രണ്ടും മാത്രമേ ഉപയോഗിക്കാവൂ. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. എല്ലാ സംശയങ്ങൾക്കും റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.